ഹലോ. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ACCൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ്. അത് കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോൾ ജോബൊന്നും കിട്ടുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ AI വരുന്ന സമയത്ത് ഈ ജോബൊക്കെ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസറും പിന്നെ ACCൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ACCനെ കുറിച്ചാണെങ്കിൽ നമ്മൾ മുമ്പും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഫുൾ പ്ലേലിസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി വേറെ കാര്യമൊന്നുമില്ല, നേരെ വീഡിയോൻ്റെ കോണ്ടന്റിലേക്ക് പോകാം. ആദ്യം തന്നെ ഇപ്പോൾ കുറേ ജോബ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ട്രഗ്ലിംഗ് ആണ് എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് ജോബ് കിട്ടുന്നില്ല, ACC പഠിച്ചിട്ടൊരു കാര്യമില്ല, അങ്ങനെയൊക്കെ പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നമുക്ക് നോക്കാം. അത് ഓൾമോസ്റ്റ് സത്യം തന്നെയാണ്. അതായത് ജോബ് കിട്ടാൻ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം ആൾക്കാരാണ് ഈ സാധനം പഠിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ടാണ് കുറേ പേര് അട്രാക്റ്റഡായിട്ട് ഈ കോഴ്സിലേക്ക് വരുന്നത്. കുറേ പേര് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും, കുറേ പേര് അത് പഠിക്കാൻ പറ്റാൻ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഒന്നും അറിയാണ്ട് ഇതിലേക്ക് വരുന്നവരുണ്ട്. ഇത് പണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ടായ ഒരു ബൂം പോലെ തന്നെയാണ്. പെട്ടെന്ന് കുറേ എഞ്ചിനീയറിംഗ് കോളേജസ് വന്നു, കുറേ പേര് എഞ്ചിനീയറായി മാറി, അവർക്കൊന്നും ജോബില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ACCയിലേക്ക്. പക്ഷേ ACCൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറേ ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട്. ഇപ്പോൾ ടാക്സ് ആണെങ്കിലും ഓഡിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും അങ്ങനെ പല ഏരിയാസിൽ നമുക്ക് ആക്സസ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളെപ്പോലത്തെ പ്രൊഫഷണൽസിന് ആവശ്യമാണ്. അപ്പോൾ ജോബ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ മേ ബി ചെറിയൊരു സാലറിക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരിക. അത് നിങ്ങൾ കൺസിഡർ ചെയ്യാണ്ട് ചെറിയ സാലറി ആണെങ്കിൽ പോലും കിട്ടുന്ന ജോബിന് ഫസ്റ്റ് തന്നെ പോയി ജോയിൻ ചെയ്യുക, എന്നിട്ട് മാക്സിമം സ്കില്ല് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ഇനീഷ്യലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്ത് ഇപ്പോൾ 2 or 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല പാക്കേജ് തന്നെ നിങ്ങൾക്ക് വേറെ ജോബ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ കമ്പനി തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയവർക്ക് തന്നെ അത്യാവശ്യം നല്ല പാക്കേജിലാണ് വേറെ കമ്പനികളിൽ തന്നെ ജോബ് ഓഫേഴ്സൊക്കെ കിട്ടുന്നത്. പിന്നെ കുറേ പേര് CA വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് CA കഴിഞ്ഞവർക്ക് ഭയങ്കര സാലറിയാണ്, പക്ഷേ ACC എത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് കിട്ടിയ ജോലിയുടെ സാലറി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് എന്നൊക്കെയാണ് കമ്പാരിസൺ വരുന്നത്. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ഒരു അർത്ഥമില്ല. കാരണം ഒരു CA പാസ് ഔട്ട് ആവുന്നത് 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് ഫൈനൽ പേപ്പർ എഴുതിയിട്ടാണ് അവർക്ക് നല്ല സാലറിയിൽ ഒരു ജോബ് കിട്ടുന്നത്. ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ അവൻ്റെ സാലറി അല്ല അവർക്ക് കിട്ടുക, അവർക്ക് സ്റ്റൈഫൻഡ് പോലെ കിട്ടുക. അതും ഭയങ്കര ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അവർക്ക് കിട്ടുക. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ ACCയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 13 പേപ്പർ കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കിന് കയറിയാൽ പോലും അത്യാവശ്യം തിരക്കുള്ളൊരു സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരു CA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ആ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡും കൂടി ഉണ്ട്. അവർ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്കിൽസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് നമ്മളും ആ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ACC മെമ്പറായി കഴിഞ്ഞാൽ നമ്മൾക്കും നല്ല പാക്കേജ് തന്നെ നമുക്ക് ജോബ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് സാലറി കുറവായിരിക്കും, അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. വൺസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി ഓരോ വർഷം കഴിയുമ്പോഴും സാലറി എന്തായാലും കൂടിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളൊരു ഡൗട്ടായിരുന്നു AI ACCനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. റീപ്ലേസ് ചെയ്യാതെ ഇരിക്കാം. ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ACC ആണെങ്കിലും ഇപ്പം 2027 കുറേ പുതിയ ചേഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി പോണത്. അതിൽ കുറച്ചും കൂടി ടെക്നോളജി പരമായിട്ട് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയ ACCയെ 2027 വരാൻ വേണ്ടി പോണത്. അപ്പോൾ കാലത്തിനനുസരിച്ച് ACCയെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുതിയ മാർക്കറ്റിന് വേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരതൊക്കെ നമ്മുടെ സിലബസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മോസ്റ്റ്ലി എല്ലാ പ്രൊഫഷണൽ കോഴ്സിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുന്നത് കൊണ്ട് നമ്മളത് കാര്യങ്ങളൊക്കെ പഠിക്കണോണ്ട് തന്നെ നമ്മൾ AI നമ്മളൊരു ജോബിൻ്റെ ഭാഗമാകും എന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടില്ല. പക്ഷേ റീപ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും നമ്മൾക്ക് ആവശ്യമുള്ള സ്കില്ലില്ലാത്ത സമയത്ത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളൊരു ജോബിന് കയറി എന്ന് വെച്ചാലും അവിടെ നിങ്ങൾക്ക് ജോബ് ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെടും. അതിപ്പോൾ എത്ര നല്ല പ്രൊഫഷണൽ കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ പോലും. അപ്പോൾ നിങ്ങളൊരു ജോബിന് കയറി വേണ്ടിട്ട് എപ്പോഴും സേഫ് അല്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്കിൽസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിലനിൽപ്പുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ജോബിലാണ്, നമ്മൾക്ക് ആവശ്യമുള്ള സ്കില്ലില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടും സ്കില്ലുള്ളൊരുത്തനായിരിക്കും പുറത്ത് നിൽക്കുന്നുണ്ടാവുക, അതും കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പനിക്കാരെന്താ നോക്കുക? അവർക്ക് ലാഭമുള്ള കാര്യം അവർ നോക്കുക. സോ ഒബ്വിയസ്ലി നമ്മളെ മാറിയിട്ട് ആ കുറഞ്ഞ പൈസയുള്ള ആളിനെ അവരെന്തായാലും റിക്രൂട്ട് ചെയ്യും.
അങ്ങനെയുള്ള ഒരു ബിസിനസ് എന്തായാലും നടക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ AI ഒക്കെ നമ്മുടെ ജോബിൽ കടന്നു വരും. അത് ചെറിയ ചെറിയ ജോബ്സിനെയൊക്കെ മോസ്റ്റ്ലി അത് റീപ്ലേസ് ചെയ്യും. കുറേ മാനുവലി നമ്മൾ ചെയ്യേണ്ട പരിപാടിയൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി നമ്മളിപ്പോൾ തിങ്ക് ചെയ്യേണ്ട ജോബൊക്കെ എന്തായാലും പെട്ടെന്നൊന്നും AI അങ്ങനെ കടന്നു വരാൻ വേണ്ടി പറ്റില്ല. ഇനി ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് അഡാപ്റ്റ് ആയി പോകുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിലടയുന്ന സമയത്ത് അടുത്ത വാൾ തുറക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ജോബ് ഇല്ലെങ്കിൽ വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ആവും അവിടെ. മോസ്റ്റ്ലി എന്തായാലും തിങ്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും AI പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ ജോബ്സ് ഒക്കെ എന്തായാലും റീപ്ലേസ് ചെയ്യപ്പെടും. കീപ്പിംഗ് ടാസ്ക് ഒക്കെ ചിലപ്പോൾ AI കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ടാസ്ക് ഒക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്നവരുടെ ജോബ് പോകുന്നല്ലാതെ നല്ല കോംപ്ലക്സ് ആയിട്ടൊരു ടാസ്ക് തിങ്ക് ചെയ്തിട്ടൊരു ഡിസിഷൻ എടുക്കണം, അങ്ങനത്തെ ഏരിയയിലാണ് നമ്മുടെ ജോബെങ്കിൽ ഈ AI കടന്നുവരവ് അത്ര പെട്ടെന്ന് എന്തായാലും ഉണ്ടാവില്ല. എന്തൊക്കെ AI കടന്നു വന്നാലും നമ്മൾ ലോയലാണ്, നമ്മൾ കമ്പനിക്ക് ഒരു അസറ്റാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും അവർ നമ്മളെ ഹോൾഡ് ചെയ്യാനേ നോക്കുള്ളൂ. അല്ലാണ്ട് പിരിച്ചുവിടാനായിട്ട് അവരെന്തായാലും നോക്കില്ല. ACSൽ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ജോബാണെങ്കിലും ഇനീഷ്യലി നമ്മളുടെ സ്കിൽസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതും ഇത് എനിക്ക് മാത്രം മനസ്സിലായതല്ല, ഞാനും കുറേ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഈ ആൻസറൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ക്രിസ്പാക്കി പറഞ്ഞതേ ഉള്ളൂ. ഇതിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഈ ഫുള്ളായി കണ്ടതിൽ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.